നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് ഒക്കെ ആഡ് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അഥവാ നമ്മുടെ വർക്കും ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ശരിക്കും എന്ത് കോമ്പോസിഷൻ എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. കോമ്പോസിഷൻ പല രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇതാണ്ടില്ലേ ന്യൂ കോമ്പോസിഷൻ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്നുള്ളതിൽ പോകുക, ന്യൂ കോമ്പോസിഷൻ എന്ന് കൊടുക്കുക, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഇതാണ്ടില്ലേ ക്രിയേറ്റ് ന്യൂ കോമ്പോസിഷൻ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചു കോമ്പോസിഷൻ്റെ നെയിം എന്താണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്യൂട്ടോറിയലിന് ഒന്ന് ജസ്റ്റ് പേര് കൊടുക്കാം, ട്യൂട്ടോറിയൽ എന്ന് പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് എന്തുണ്ട്, ഓൾറെഡി പ്രീസെൻ്റ് ആയിട്ടുള്ള കുറേ സെറ്റിങ്സ് ഇതിലുണ്ട്. എങ്ങനെയായിരിക്കണം ഫ്രെയിം വേണ്ടത് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് മാറ്റവും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് എത്ര വേണം, റെസൊല്യൂഷൻ ഫുള്ള് വേണോ അല്ല റെസൊല്യൂഷൻ കുറച്ച് മതിയോ എന്നുള്ള കുറേ കാര്യങ്ങൾ എന്തുണ്ട് ഇതിൽ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള ഒരു ചോദ്യമാണ് എന്ത്, ഡ്യൂറേഷൻ എന്നുള്ളത്. ഡ്യൂറേഷൻ 10 സെക്കൻഡാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര സെക്കൻഡാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അതായത് നമ്മുടെ വീഡിയോ എത്രയാണോ ഉള്ളത്, എത്ര സെക്കൻഡാണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു മിനിറ്റാണോ ഉള്ളത്, അതെന്ത് ചെയ്യണം, ഇതിൽ ശരിക്കും മെൻഷൻ ചെയ്യണം. ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോ ആണെങ്കിൽ ഡാവിൻസി ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഇമേജോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതിങ്ങനെ നീളം വെക്കും. പക്ഷേ ഇതിലെന്താണ് പറഞ്ഞത്, നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക വരിക. 10 സെക്കൻഡ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് സ്പേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചോദിക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം, റെഡ് കൊടുക്കാം, ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതെന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് വൈറ്റിന് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഓക്കെ ആക്കി കാണിച്ചു തരാം. ഇപ്പം എന്ത് ചെയ്തു, ഇതുണ്ടല്ലേ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് എന്നുള്ളത് ഞാൻ ഇവിടെ ഇത് കൊടുത്തത് കൊണ്ടാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതാണ്ടല്ലേ 10 സെക്കൻഡ് വരെയാണ് എന്തുള്ളത്, ഇതാണ്ടല്ലേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ 10 സെക്കൻഡ് വരെയാണ് എന്തുള്ളൂ, ഫ്രെയിം ഉള്ളൂ. നമ്മൾ ഇനി ഇതിൽ കൂടുതൽ ഇമേജോ അല്ലെങ്കിൽ അതിന് കൂടുതൽ ലെങ്ത് ഉള്ളത് ഇട്ടാലും എന്ത് ചെയ്യൂല, ഈ 10 സെക്കൻഡ് വരെ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അത് ബാക്കിയുള്ള എന്ത് ചെയ്യൂല, വരൂല. ഓക്കെ, അപ്പോൾ ഈ 10 സെക്കൻഡിനുള്ളിൽ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ഒരു 20 സെക്കൻഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമ്പോസിഷനിൽ പോകുക, കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോകുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതാണ്ടില്ലേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ 20 ആക്കി കൊടുത്ത് കാണിച്ചു തരാം. ഞാൻ 20 കൊടുത്തു, സ്റ്റോക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി, ഇതാണ്ടില്ലേ അത് മാറി 20ആയി. 10 എന്നുള്ളത് മാറി എന്തായി, 20ആയി. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ വർക്ക് സ്പേസ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ എന്തുണ്ട്, അതായത് ഈ ടൈം ലൈനിൻ്റെ ഇത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു കോമ്പോസിഷൻ കാര്യത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. കോമ്പോസിഷൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി കോമ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് വൈറ്റ് കളർ ഉണ്ടല്ലേ, ഇതിപ്പോൾ നമുക്ക് ബ്ലാക്ക് ആക്കണമെങ്കിൽ കോമ്പോസിഷൻ പോവുക, കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോവുക, കൺട്രോൾ കെ ആണ് ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ കമൻറ്റ് കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഏത് കളറാണോ വേണ്ട ആ കളറാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതുണ്ടല്ലേ ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബാക്ക്ഗ്രൗണ്ട് കോമ്പോസിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മളിങ്ങനെ ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാവും.